ഡോക്ടർ ഉല്ലാസ് ബാബു, വലിയ മുന്നേറ്റമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഏതാണ്ടെല്ലാം ഭൂരിപക്ഷം പ്രവചനങ്ങളും ബി ജെ പിയുടെ മുന്നേറ്റമാണ് പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. ചില ഏജൻസികൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തുമെന്ന് പറയുന്നത്. പക്ഷേ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും വ്യക്തമാക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ്സിന് പഴയ അവസ്ഥയിൽ നിന്നും കരകയറാൻ സാധിക്കില്ല എന്നാണ്. ബി ജെ പി എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഇതിനകത്ത് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുൻപ് തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത് ആം ആദ്മി പാർട്ടി പരിപൂർണമായി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ളതാണ്. അതിന് കാരണം എന്ന് പറയപ്പെടുന്നത് വെറുതെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളല്ല ബി ജെ പി വിലയിരുത്തിയത്. രണ്ട് കാര്യങ്ങളാണ്. 2 ടേം ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു. സ്വാഭാവികമായിട്ട് ആം ആദ്മി പാർട്ടി ഉന്നയിച്ച വിഷയം എന്തായിരുന്നു? അവിടുത്തെ അടിസ്ഥാന വർഗ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയപ്പെടുന്ന ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തവർ വന്നുവെങ്കിൽ തന്നെ അടിസ്ഥാന വർഗ ആളുകളുടെ ഒരു രക്ഷകനായിട്ടാണ് കെജ്രിവാൾ വാക്കാൽ അവതരിച്ചത്. പക്ഷെ അവിടെ നിന്ന് കാലങ്ങൾക്ക് ശേഷം ഇത്ര വർഷം ഒരു ഭരണ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ കെജ്രിവാൾ ഭരിച്ചതിന് ശേഷം ഇത്ര കാലമായിട്ടും ഇന്നും ഡൽഹിയുടെ ചേരികളിൽ അല്ലെങ്കിൽ ഡൽഹിയുടെ ഉൾവഴികളിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ദയനീയതയുടെ ഏറ്റവും വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സാധാരണക്കാരായിട്ടുള്ള റിക്ഷാവാല വലിക്കുന്ന ആളുകൾ, സ്വാഭാവികമായി റിക്ഷാവാലകൾ, അതേപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ കണ്ടാൽ, അവിടുത്തെ മലിനമായിട്ടുള്ള ഏരിയകൾ കണ്ടാൽ പൊല്യൂട്ടഡ് ആക്കിയിരിക്കുന്നു ഡൽഹിയെ എന്നുള്ളതാണ്. അതിന് സ്റ്റേറ്റ് സർക്കാർ എന്ന രീതിയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, എന്തായിരുന്നോ ഇവർ ഉന്നയിച്ച വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ എന്നുള്ളത്, ഫ്രീ ഇലക്ട്രിസിറ്റി മേടിക്കുന്ന അല്ലെങ്കിൽ ഫ്രീ വെള്ളം കൊടുക്കുന്നു എന്ന് പറയപ്പെടുന്നതിൽ മാത്രമായി അവരുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാന വർഗത്തിനെ ഉയർത്തുന്നതിലാണ് ഒരു ഭരണ കർത്താക്കൾക്ക് എപ്പോഴും നൈപുണ്യം വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭരിക്കുന്നവന്റെ തന്ത്രമാണ് ഭരിക്കപ്പെടുന്നവൻ അറിവിൽ നിന്നും വികസനത്തിൽ നിന്നും മാറി നിർത്തുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയാകരുത്. ഭരിക്കുന്നവന്റെ തന്ത്രം എന്ന് പറയപ്പെടുന്നത് ഭരിക്കപ്പെടുന്നവനെ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുത്ത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും മുന്നോക്ക വിഭാഗത്തിലേക്കും അൺഡെവലപ്ഡിൽ നിന്ന് ഡെവലപ്ഡിലേക്കും അവനെ മാറ്റി ചിന്തിക്കാനും അവനെ വളർത്തിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലാണ് നൈപുണ്യമുള്ള ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു അധികാരി എപ്പോഴും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. എന്താണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കേന്ദ്ര സർക്കാർ ശ്രീ ബഹുമാനിയായിട്ടുള്ള നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിനകത്ത് മധ്യവർഗത്തിനും അടിസ്ഥാന വർഗത്തിനും കൂടുതൽ ഊന്നൽ കൊടുത്തത്? അത് ഡൽഹിയുടെ രാഷ്ട്രീയമാണ് എന്ന് പലരും പറഞ്ഞു. ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. എന്തിന് 2 ലക്ഷം രൂപയിൽ നിന്ന് UPA സർക്കാർ ഭരിക്കുന്ന 2 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയിലേക്ക് കേന്ദ്ര സർക്കാർ ആ തീരുമാനം എടുത്തുവെങ്കിൽ ഒരു വലിയ തീരുമാനമാണ്. അത് മധ്യവർഗത്തിന്, അത് അടിസ്ഥാന വർഗത്തിന് കൂട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ്. അത് സ്കൂൾ തലങ്ങളിൽ കൊടുക്കുന്ന ഇന്റർനെറ്റ് ഫെസിലിറ്റി അടക്കമുള്ള, ജില്ലാ ആശുപത്രിയിൽ കൊടുക്കുന്ന ക്യാൻസർ ഫെസിലിറ്റി അടക്കമുള്ള, കർഷകന്റെ പ്രയാസങ്ങൾ അടക്കമുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന്, സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, മുദ്രാ ബാങ്ക് പദ്ധതി അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്, വനിതകൾക്ക് സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചതിന്, ആദിവാസി സമൂഹത്തിന് കൊടുത്ത സ്പെഷ്യൽ പാക്കേജ് ആയിക്കോട്ടെ, മത്സ്യബന്ധന മേഖലയിൽ കൊടുത്ത കാര്യങ്ങളായിക്കോട്ടെ, റെയിൽവേ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയപ്പെടുന്നതിന്റെ മുഖ്യധാരയിൽ അവർ ആരെ കണ്ട് ബഡ്ജറ്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ മധ്യവർഗത്തിനെയും അടിസ്ഥാന വർഗത്തിന്റെയും ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായി അവർക്ക് ഉപകാരപ്രദമാകുന്ന ബഡ്ജറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിനൊരു മാർക്ക് എന്തായാലും ഡൽഹിയിൽ ഉണ്ടാവും. പിന്നെ 10 വർഷക്കാലം ഇദ്ദേഹത്തെ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മധ്യനായ അഴിമതി ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മറ്റ് ആഡംബര വീട് പണിയുന്ന കാര്യമായിക്കോട്ടെ, പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പ്രവർത്തനം ബൈപ്പാസ് ചെയ്ത് കൊണ്ടുപോകുന്ന ശൈലി ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മന്ത്രിമാരടക്കം രാഷ്ട്രീയ നേതാക്കന്മാരടക്കം സുഖലോലിപതയുടെ ജീവിത ശൈലിയിലേക്ക് മാറിയ വിഷയങ്ങളൊക്കെ ചർച്ചയാവും. അതിന് ഒരു കൈക്കൂലി പോലെ നിങ്ങൾക്ക് വെള്ളവും തന്നില്ലേ, നിങ്ങൾക്ക് വെളിച്ചവും തന്നില്ലേ, അത് കാശും മേടിച്ചില്ലല്ലോ എന്ന് പറയുന്നതിലല്ല അവരുടെ രാഷ്ട്രീയം ഇരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള പ്രയത്നമാണ് BJP നടത്തി. എന്തിനു നോക്കൂ, യമുനയിൽ, ഹരിയാനയിൽ നിന്ന് യമുന നദിയിൽ പൊല്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിഷം കലക്കി എന്ന് വരെ അയാൾ പറഞ്ഞു. എന്ത് മോശകരമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു നേതാവിൽ നിന്നുണ്ടായത്. അവിടെയൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പക്വമായ നിലപാടെടുത്തത് കൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ BJPക്ക് വലിയ കുതിപ്പുണ്ടായത്. എന്തൊക്കെ ഇവർ ചെയ്ത് കാണിച്ചിട്ട് പോലും ഒരു കാരണവശാലും ആം ആദ്മി പാർട്ടിയുടെ കൂടെയോ കോൺഗ്രസിന്റെ കൂടെയോ ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നില്ല. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് മുൻപേ പറ്റിയത് പരിപൂർണമായി തെറ്റായിരുന്നു എന്ന വിലയിരുത്തലിന് ശേഷം പരിപൂർണമായി BJPയിലേക്ക് അവർ ഷിഫ്റ്റ് ഉണ്ടാകും, ആ വോട്ട് ഷിഫ്റ്റ് പരിപൂർണമായി സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് BJP വിശ്വസിക്കുന്നത്. അത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിന്റെ ഒരു സൂചന തരുന്നു എന്ന് മാത്രം. എന്തായാലും 8-ാം തീയതിയാണല്ലോ തെരഞ്ഞെടുപ്പിൽ. എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിനാണ് സ്ഥാനം. ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി 8-ാം തീയതി ഞങ്ങൾ കാത്തിരിക്കുന്നു. 8-ാം തീയതി ആ ശുഭാപ്തി വിശ്വാസം യാഥാർത്ഥ്യത്തിലേക്ക് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു.